മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്തകന്യയിൽ. പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനിവർ കൈവർത്തകന്യയിൽ. ജാതിഭേദത്തിനെതിരെ നമ്മൾ ഇനിയും ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി മാറുന്നു. കാരണം ഏറ്റവും പ്രധാനം ജാതിയും മതവും ഒക്കെ ഉണ്ടായത് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയായിരുന്നു. എല്ലാവരും ഇന്നാണെങ്കിൽ അത് അങ്ങേയറ്റം ഏറ്റവും മേലെ എത്തിയിരിക്കുന്നു. ജാതിയും മതവും ജനങ്ങൾ വിട്ടാലും ജാതി മതങ്ങൾ ജനങ്ങൾ വിട്ടാലും ഒഴിവാക്കിയാലും നിങ്ങളെ അതിനനുവദിക്കുകയില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ സംഘടനകൾ. നിങ്ങളെ അതിനനുവദിക്കുകയില്ല. അതിന് ജാതി മതത്തിനനുകൂലമായിട്ടും മതങ്ങൾക്കനുകൂലമായിട്ടും സംസാരിച്ചുകൊണ്ട് മുതലെടുക്കുന്ന പാർട്ടികൾ, അധികാരം പിടിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഇതൊക്കെ ഇന്നും അതിനെ വളർത്തി കൊണ്ടുവരികയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. നമുക്കതിനെ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. ജാതി എന്ന് പറഞ്ഞാൽ ജാതി എന്താണ്? ബ്രാഹ്മണൻ പൂണൂലുട്ടവനെല്ലൊക്കെ ബ്രാഹ്മണനാകുമോ? ബ്രഹ്മജ്ഞാനം വേണം, അവനെ ബ്രാഹ്മണൻ എന്ന് പറയൂ. രാജവംശത്തിൽ പിറന്നവനെ ക്ഷത്രിയൻ എന്ന് പറയൂ. അത് അന്ന് അത്യാവശ്യമായിരുന്നു. എന്താണ്? പറച്ചിയിൽ നിന്ന് ശ്രീനാരായണ ഗുരു പാടിയതാണ്. പറച്ചിയിൽ നിന്ന് പണ്ട് മഹാമുനി മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ. അങ്ങനെയാണ് വ്യാസമഹർഷി ഉണ്ടായത്. ആരാണ് വ്യാസമഹർഷി? വേദങ്ങൾ മുഴുവൻ ഒറ്റയായി കിടന്നിരുന്ന വേദങ്ങളെ മുഴുവനും വിഷയത്തിനനുസരിച്ച് വ്യത്യസ്തമാക്കിയ മഹാനാണ്, ബ്രാഹ്മണനാണ്, മഹാബ്രാഹ്മണനാണ് വേദവ്യാസൻ. പക്ഷേ ജനനം കൊണ്ട് വേദവ്യാസൻ പറയനാണ്. ഏറ്റവും താണജാതിയിൽ പറയന് പരാശര മഹർഷിക്ക് മത്സ്യഗന്ധിയിൽ മുക്കുവസ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വേദവ്യാസൻ. ആ വേദവ്യാസനാണ് 18 പുരാണങ്ങളും എഴുതി, 18 ഉപനിഷത്തുക്കൾ ചെയ്തു. എന്നിട്ടും മതിയാകാതെ സംതൃപ്തനാകാതെ ഇരിക്കുന്ന അവസരത്തിൽ നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു, അങ്ങ് മഹാഭാരതം ചെയ്യൂ. അങ്ങനെയാണ് മഹാഭാരതം ഉണ്ടായത്. ലോകത്തിന് തന്നെ എല്ലാവരും പാഠമായി സ്വീകരിക്കേണ്ട ഭഗവത്ഗീത അതിലാണ്. അത് വേദവ്യാസന് പറയാൻ കഴിയുകയില്ല. മഹാഭാരതത്തിൻ്റെ ആ ഭാഗം അവിടെ സ്തംഭിപ്പിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ് ഗീത, അർജുനോട് ഉപദേശിക്കുന്നത് പോലെ. അർജുൻ്റെ തലയിലൊന്നും കയറിയിട്ടില്ല, എന്നാലും അവസാനം. പക്ഷേ അത് അങ്ങനെയാണ്. അതാണ് ഭഗവത്ഗീത. സാക്ഷാൽ ഈശ്വരന്, സൃഷ്ടാവിന് മാത്രമേ ഭഗവത്ഗീത പറയാൻ പറ്റൂ. അതുപോലെ അതിലൊന്നിലും മനുഷ്യനെ വേർതിരിച്ചിട്ടില്ല. ഭഗവത്ഗീതയിൽ മനുഷ്യൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യനും അസുരന്മാരും ദേവന്മാരും, ഇത് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഞാനത് ചെയ്തതാണ് ഭഗവത്ഗീത. എൻ്റേതാണ് ഭഗവത്ഗീത. ഉത്തമൻ ഗേയം, ഞാൻ ഉത്തമൻ ഗേയം. ഭഗവത്ഗീത എൻ്റെ യൂട്യൂബിൽ എൻ്റെ ചാനലിൻ്റെ പേർ ഉത്തമൻ ഗേയം.
അതിൽ ഒന്നാമത്തേതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ മുഴുവൻ എഴുത്തുകാരും എല്ലാവരും എന്തും പറയുന്നത്, ആ ഭഗവത്ഗീതയിൽ പറഞ്ഞ ആശയം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നു, ഉത്തമൻ KM ഭഗവത്ഗീത, ദി സയൻറ്റിഫിക് ജേണി ത്രൂ ഭഗവത്ഗീത ദി ഗ്രേറ്റ്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ജാതിഭേദം ഇതെന്തിനു വേണ്ടിയാണ് മതവും ജാതിയൊക്കെ ഉണ്ടാക്കിയത്? മതത്തിൻ്റെ പ്രവാചകരാരും പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ പേരിൽ ഒരു മതം ഉണ്ടാക്കണമെന്ന്. അതിന് പല വിഭാഗങ്ങളായും ഇപ്പോൾ പല ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള വെമ്പലാണ്. അതിനാണ് മതങ്ങളെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്, മതങ്ങളെയും ജാതികളെയും. ഇപ്പോൾ നിത്യഗായകനായ, ഒരിക്കലും നശിക്കാത്ത, മരണം സംഭവിക്കാൻ പാടില്ലാത്ത, സംഭവിക്കേണ്ട, ആരും നിലനിർത്തേണ്ട, അതങ്ങനെ നിലനിന്നു പോവും. അദ്ദേഹത്തിൻ്റെ രചനകൾ അത്രക്കും ശക്തമായ അന്തർധാരകളുള്ള കൃതികളാണ്. അദ്ദേഹം പാടിയത് നോക്കൂ. ഈ ജാതി മതങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ചന്ദ്രകളഭം ചാർത്തിയൊഴുകും തീരം, മഹാനായ ഗായകൻ യേശുദാസ് പാടിയതാണ്. അതുപോലെ ഇത് എനിക്ക് പറയേണ്ടതുണ്ട്. യേശുദാസ് പാടിയതുപോലെ അതേ ഏകദേശം അങ്ങനെ ഞാൻ അനുകരിക്കുകയാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ അനീതികളെ. എന്നിട്ടും വയലാർ ചോദിക്കുന്നു, ഇനിയൊരു ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്. അദ്ദേഹമാണ് പാടിയത് ജാതിമതത്തെക്കുറിച്ച്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. എന്തൊക്കെയോ കാര്യം നേടാൻ വേണ്ടി ആരൊക്കെയോ ഉണ്ടാക്കിയതാണ്, ദുഷ്ടലാക്കോടുകൂടി ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ദൈവങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യനാണ്. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. നമ്മുടെയൊക്കെ മനസ്സ് അതിലേക്ക് ഓരോന്നിലേക്ക് ഓരോ ദേവന്മാരിലേക്ക് അങ്ങ് പങ്കുവയ്ക്കുകയാണ്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി. ഈ മനുഷ്യരെല്ലാം ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, തമ്മിൽ കണ്ടാലറിയാതായി. അതാ ഓരോരുത്തരെ, അവൻ മാപ്പിളയാ, അവൻ ഹിന്ദുവാ, അവൻ ക്രിസ്ത്യാനിയാ എന്നേ ഉള്ളൂ. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, തമ്മിൽ കണ്ടാലറിയാതായി. ആയിരം മാനവഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ആയിരം മാനവഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ഇതാണ് അദ്ദേഹം പാടിയതാ. ദൈവം തെരുവിൽ മരിക്കുന്നു, ദൈവം തെരുവിൽ മരിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ പേരിലാണ് മനുഷ്യർ, വിശ്വാസികളാണ് തെരുവിൽ ഓരോന്ന് പേരും പറഞ്ഞിട്ട്, ഓരോ ദൈവത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് കലഹമുണ്ടാക്കിയിട്ട് ദൈവമാണ് മനുഷ്യൻ തെരുവിൽ മരിക്കുന്നത്. ചെകുത്താൻ ചിരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. ഇതാണ് ഇദ്ദേഹം പാടിയത്. ദൈവം തെരുവിൽ മരിക്കുന്നു. അന്യോന്യം കലഹിച്ച്, ദൈവത്തിൻ്റെ പേരിൽ അന്യോന്യം കലഹിച്ചിട്ട്, മണ്ണിനും സകലത്തിനും വേണ്ടി കലഹിച്ചിട്ട് ദൈവം
ദൈവമാണ് തെരുവിൽ മരിക്കുന്നത്. ചെകുത്താൻ ഇത് കണ്ടിട്ട് ചിരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞതും, ശ്രീനാരായണ ഗുരു ആണ് ആദ്യം പറഞ്ഞത്. ഗാന്ധിജി ഒരിക്കൽ ഈ ജാതിയെയും മതത്തെയും കുറിച്ച് പറയാൻ പറഞ്ഞു, അന്വേഷിക്കാൻ പറഞ്ഞു. അതൊരു തർക്കമായപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നാരായണ ഗുരു എന്താണ് ജാതി, എന്താ ചെയ്യുക, എന്താണ് ജാതി? അപ്പോൾ ഗുരു പറഞ്ഞു, ജാതി എന്ന ഒന്നില്ല, ജാതി എന്ന ഒന്നില്ല എന്ന് നാം പറഞ്ഞതായി പ്രഖ്യാപിക്കണം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, എന്നാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഈ ജാതിയും മതവും ഒക്കെ ഇപ്പോഴും ഒരുവിധം ജനങ്ങളൊക്കെ മനസ്സിൽ നിന്നും തള്ളിയെങ്കിലും അതിനെ തള്ളാൻ സമ്മതിക്കുന്നില്ല. ആര്? അതിനെക്കൊണ്ട് മുതലെടുക്കുന്നവരാരാണ്? അധികാരം പിടിച്ചെടുക്കാനും പലതും പിടിച്ചു പറ്റാനും, ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റാനും, മറ്റുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യമല്ലേ പിടിച്ചു പറ്റുന്നത്? അവരും മനുഷ്യരല്ലേ. എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കണം? അധ്വാനിക്കാതെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഒരു മാഷായത്. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു മാഷായി വരാൻ സാധിക്കുകയില്ല. എൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ടാണ് വളരെ അധ്വാനിച്ചിട്ടാണ് ഞാൻ അധ്യാപകനായത്. ഒടുവിൽ ഞാൻ ചെയ്ത ഗ്രന്ഥങ്ങളൊക്കെ നോക്കും. എന്തൊക്കെ? സംസ്കൃതത്തിലൊരു മഹാകാവ്യം, 1000 വർഷത്തിന് മുമ്പെയാണ് ഒരു മഹാകാവ്യം സംസ്കൃതത്തിലുണ്ടായത്. അതേപോലെ മഹാഭാരതം, ഭഗവത്ഗീത മുഴുവൻ ശ്ലോകത്തിൻ്റെയും ആശയം ഇംഗ്ലീഷിൽ ലേശം അപ്പുറത്തോ ഇപ്പുറത്തോ കുറഞ്ഞോ പോകാതെയോ ഞാൻ ചെയ്തു. എനിക്കത് ചെയ്യാൻ ഉൾപ്രേരണ തന്നതാണ് എൻ്റെ ഗുരു സ്ഥാപിച്ച ക്ഷേത്രത്തിൽ പോയി സ്ഥാപിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് ഗുരു സമാധിയായിട്ട് എത്രയോ വർഷമായി, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? പെൻഷനായപ്പോൾ ചെയ്തതാണ്. എനിക്ക് മരിക്കുന്നത് വരെ എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭഗവത്ഗീതയെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല ഞാൻ. വേറെ എന്തെല്ലോ നാട്യശാസ്ത്രം, കാവ്യശാസ്ത്രം അതൊക്കെ കൂടി വന്നാൽ വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ആയുർവേദം, ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ളൂ. ഭഗവത്ഗീത നീ ഇംഗ്ലീഷിൽ ചെയ്യൂ. ഈ ഗുരു എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നീ സംസ്കൃതം ഇംഗ്ലീഷും കൂട്ടി പഠിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ നീ ഭഗവത്ഗീത ഇംഗ്ലീഷിൽ ചെയ്യൂ. എനിക്കത് ചെയ്യുമ്പോൾ ഒരിക്കലും 10-12 മണിക്കൂറൊക്കെ ഞാൻ അധിക നേരം ഇരുന്നിട്ട് ചെയ്താലും എനിക്ക് ഒരു ക്ഷീണവും ഉണ്ടാകാറില്ല. പിന്നെ അത് തീരുന്നത് വരെ ഞാൻ അതിൽ തന്നെ ഉറച്ചിരുന്നു. നമസ്തേ മക്കളെ, നിങ്ങൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഇതെല്ലാവരിലും എത്തിക്കണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ അവർക്കൊക്കെ ഇത് കൊടുക്കണം. ഇത് നമ്മുടെ അസ്തിത്വമാണ്. നമ്മുടെ ജാതി മത വ്യത്യാസത്തിൻ്റെ ഇത് അസ്തിത്വമാണ്. ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പലതും സ്വരൂപിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ചിന്തിക്കണം, ഇതിനൊക്കെ ഒരു അന്ത്യം വരും, ഇതിന് വലിയ പ്രശ്നമാകും. സംവരണവും മറ്റും ഉണ്ടായതിന് വേണ്ടി കലഹിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ടാകും. അത് പണ്ട് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ പാകിസ്ഥാനായി വെട്ടിമുറിച്ച ആ അവസ്ഥയിലേക്ക് എത്തിക്കും. ഒരു മതഭ്രാന്ത ഈ സ്വാതന്ത്ര്യം എന്ന പേര് തന്നെ, ആശയം തന്നെ ഉണ്ടാക്കിയ മഹാത്മാഗാന്ധിയെ, അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച മഹാത്മാഗാന്ധിയെ മതഭ്രാന്തൻ വെടിവെച്ച് കൊന്ന നാടാണിത്. ആ രാഷ്ട്രപിതാവിനെ അത് വയലാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അച്ഛനെ വെടിവെച്ച രാഷ്ട്രത്തിൻ്റെ പിതാവിനെ വെടിവെച്ച് കൊന്ന മതഭ്രാന്തന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഇതാരും നിങ്ങൾ കഴിയുന്നത്ര എല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കാൻ പറയണം. ഓക്കെ, നമസ്തേ.